അതിന്റെ ഉള്ളിൽ നിറച്ചും ഇങ്ങനെ ഗോൾഡ് കോയിൻ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. ഇതൊക്കെ കണ്ടിട്ട് കിമ്മിന്റെ കിളി പോകുന്നുണ്ട്. അതിൽ നിന്നൊരു ഗോൾഡ് കോയിൻ എടുത്തിട്ട് അവനിങ്ങനെ കടിച്ചു നോക്കാണ്. എന്നിട്ട് പറയാണ്, ഇത് റിയൽ ആയിട്ടുള്ള ഗോൾഡ് തന്നെയാണ് മോളെ എന്നിങ്ങനെ ജീനനോട് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കിമ്മിന്റെ തലയിലേക്ക് ഒരാൾ തോക്ക് ചൂട്ടുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് റാൻഡലിന്റെ ആൾക്കാരായിരുന്നു. റാൻഡലും അവന്റെ ആൾക്കാരും കൂടിയിട്ട് അവിടേക്ക് പറന്നെത്തിയിട്ടുണ്ട്. കിമ്മ് വേഗം ആ ഒരു തോക്കിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. അയാൾ എന്നാല് കിമ്മിനെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ ഇവൻ ആ ഒരു തോക്ക് പിടിച്ചിട്ട് മേലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലുണ്ടായിരുന്ന ഈ ഒരു ഐസിന്റെ പാളിയിലാണ് കൊണ്ടത്. ഇപ്പോ അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റാൻഡൽ ഇപ്പോ അവന്റെ കൂടെ വന്ന ആളുകളോട് പറയാണ്, ഇവരെ എല്ലാരും തന്നെ പിടിച്ചു കിട്ട്, എന്നിട്ട് ആ ഒരു ഗോൾഡ് മുഴുവനും പുറത്തേക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്ക്. ആരെയും ഷൂട്ട് ചെയ്തിട്ട് വെറുതെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെവിടെ കിടന്ന് തണുത്ത് ചത്തോളും എന്നിങ്ങനെ പറയാണ്. പിന്നെ തോക്കും കത്തി എടുത്തിട്ട് പെരുമാറാനായിട്ട് ഇത് നമ്മുടെ ചൈനീസ് മൂവിയിലെ ജാക്കി ചാൻ ഒന്നല്ലോ. ഇയാളൊരു പാവം പ്രൊഫസറാണ്, ഇയാളൊന്നും ചെയ്യാനൊന്നും പോകില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചോ മക്കളെ എന്ന് പറയുന്നുണ്ട്. ജാക്കി ആണെന്നുണ്ടെങ്കിൽ റാൻഡലിനോട് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാം തന്നെ പിടിച്ച് കെട്ടിക്കൊള്ളാനായിട്ട് തന്നെ പറയാണ്. പക്ഷേ റാൻഡൽ വിചാരിച്ചിട്ടുള്ള ആളല്ലല്ലോ നമ്മുടെ ജാക്കിയെ പിടിക്കാനായിട്ട് ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജാക്കി പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് വെച്ചിട്ട് അവന്റെ തലമണ്ടയ്ക്ക് തന്നെ എറിയാണ്. അഷ്മിതയുടെ നേരെ ഒരുത്തൻ വരുന്നുണ്ട്. അവനെ നൈസായിട്ട് എടുത്തിട്ട് അടിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അഷ്മിതനെ സൈഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. ജാക്കി അഷ്മിത കൂടെ എന്നിട്ട് അവിടുന്ന് ഓടുകയാണ്. ഈ ഒരു സമയത്ത് റാൻഡലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഗണ്ണെടുത്ത് പുറത്തേക്ക് ചൂണ്ടുന്നുണ്ട്. ഇപ്പൊ റാൻഡൽ വിളിച്ച് പറയാണ്, ഗണ്ണ് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അവർ ആ ഒരു ഗണ്ണ് അങ്ങനെ തന്നെ എടുത്തു വെക്കാണ്. ഈ ഒരു സമയത്താണ് റാൻഡല് അവന്തികനെ കാണുന്നത്. അവളുടെ സ്യൂട്ടിന്റെ ഉള്ളില് അവൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അവന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ അതെന്താന്ന് നോക്കാനായിട്ട് ഒരാളോട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ വന്നിട്ട് അവളെ പിടിക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ നമ്മുടെ ജോണ് അവനെ എടുത്തിട്ട് ഇടിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ അവളും അവന്റെ തലമണ്ടയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇവൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് അതിപ്പോ ജോണിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ജോൺ ഇപ്പോ ആ ഒരു ബോക്സുമായിട്ട് ഓടുകയാണ്. ഇത് കണ്ടിട്ട് പ്രാന്തായിട്ട് റാൻഡൽ ഇപ്പോ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവന്തിക അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ബോക്സ് വെച്ചിട്ട് റാൻഡൽ ഇടിച്ച സമയത്ത് അത് തടയാണ്. പക്ഷെ നല്ല ശക്തമായിട്ടുള്ള പഞ്ചായതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ബോക്സ് പൊട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നല്ല വിലയേറിയ ഒരു ഡയമണ്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും കാണാണ്.